ലൂസറിനോടൊരു ബായ് പറഞ്ഞ് ഹോട്ടലിൽ നിന്ന് ചെക്കൗട്ട് ചെയ്ത് കാറും എടുത്ത് ഞങ്ങളുടെ റോഡ് ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. സ്വിറ്റ്സർലാൻഡിൻ്റെ പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റം എത്ര സൂപ്പറാണോ അത്രയും തന്നെ സൂപ്പറാണ് റോഡ് ട്രിപ്സും. പക്ഷേ കാറ് എൻഡ് ഔട്ട് ചെയ്യുന്നത് കുറച്ച് എക്സ്പെൻസീവ് ആണ്. ലൂസറിന് ഫുർക്ക പാസ്, അവിടുന്ന് ഗ്രിൻസൽ പാസ്, പിന്നെ ഇന്റർലാക്കൻ, അവിടെ ഒന്ന് ലോട്ടബ്രണ്ണൻ. മൊത്തം 4 മണിക്കൂറെങ്കിലും ഞങ്ങൾക്ക് ഈ ട്രിപ്പിന് എടുത്തിട്ടുണ്ട്. 24 അവേഴ്സിന് ഹേർട്ട് സെൻറ്റേഴ്സിൽ നിന്നാണ് കാർ റെൻ്റ് ഔട്ട് ചെയ്തത്. മെയ് മുതൽ മിഡ് ഓഫ് ഒക്ടോബർ വരെ മാത്രമാണ് ഈ റൂട്ട് ഓപ്പൺ ആയിരിക്കുക. കാറുകൾ മാത്രമല്ല, നിറയെ ബൈക്കുകളും ഇതിലൂടെ പോകുന്നുണ്ടായിരുന്നു. ആൽപ്സ് മൗണ്ടൻ ഉള്ളിലൂടെ പോകുന്ന ഈ റൂട്ട് നിറയെ ഹെയർ പിൻസ് നിറഞ്ഞൊരു സീനിക് ബ്യൂട്ടി തന്നെയാണ്. റോഡ്സിനെല്ലാം സേഫ്റ്റിക്ക് വേണ്ടി സൈഡ് ബാരിയേഴ്സും വണ്ടി പാർക്ക് ചെയ്തിടാൻ പേയ്മെൻറ്റ്സും ഉണ്ടായിരുന്നു. പോകുന്ന വഴിയെല്ലാം ഇതുപോലെ നിറയെ വാട്ടർഫോൾസാണ്. എവിടെ നിന്ന് വരുന്നതെന്ന് അറിയാതെ കുറേ സൈക്കിളേഴ്സിനെയും കാണാം. ജെയിംസ് ബോണ്ട് മൂവി സീരീസിലെ ഗോൾഡ് ഫിംഗർ എന്ന സിനിമയിൽ ഫുർക്ക പാസിലെ ഒരു സ്ഥലമുണ്ട്. ഇത്രയും ഭംഗിയും ഗാംഭീര്യമുള്ള ഒരു സ്ഥലം എങ്ങനെ ഒരു ലൊക്കേഷനായിട്ട് ചൂസ് ചെയ്യാതിരിക്കും? ഹെയർ പിൻ ടേണിൻ്റെ നടുക്ക് 1800 മുതൽ ഒരു കുഴപ്പമില്ലാതിരിക്കുന്ന ഈ ഹോട്ടലാണ് ഹോട്ടൽ ബെൽവിദേർ. ഹോട്ടൽ ഇപ്പോൾ ടൂറിസ്റ്റുകൾക്ക് ഓപ്പൺ അല്ല. അതിൻ്റെ ഓപ്പോസിറ്റുള്ള റെസ്റ്റിംഗ് ഏരിയയിൽ നിന്നുള്ള വ്യൂ ആണിത്. ഇവിടെ നിന്ന് വാക്കബിൾ ഡിസ്റ്റൻസിലാണ് റോൺ ഗ്ലേഷ്യർ ഉള്ളത്. ഒരു വർഷത്തിൽ 30 മുതൽ 40 മീറ്റർ വരെ ഈ ഗ്ലേഷ്യർ മൂവ് ചെയ്യുന്നുണ്ടെന്നാണ് പറയപ്പെടുന്നത്. ഇവിടെ നിന്നും വലിയ ദൂരത്തായിരുന്നില്ല ഗ്രിൻസൽ പാസ്. അവിടെ നിന്ന് ഇന്റർലാക്കൻ വഴി ലോട്ടബ്രണ്ണനിലേക്ക് ഏകദേശം 6 മണി 6 കൂടിയാണ് ഞങ്ങൾ എത്തിച്ചേർന്നത്.